ഇന്നുണ്ടല്ലോ നമുക്ക് കുറച്ച് ഇൻവിറ്റേഷൻ കാർഡ്സിന്റെ വർക്ക് ഉണ്ടായിരുന്നേ. സാധാരണ ഇമാതിരി ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ രാത്രിയാണ് ചെയ്ത് തീർക്കാറ്. അപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി ഫ്രീ ആവുക. അപ്പൊ അങ്ങനെ സ്പോട്ടിഫൈ ഉണക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി കാർഡ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ചധികം ഈസി ആയിരുന്നു ഈ ഒരു പരിപാടി. ജസ്റ്റ് ഇതാ ഈ ഒരു സംഭവം ചെയ്യാം, പിന്നെ റിബൺ വെച്ച് കുറച്ച് ഡെക്കറേഷൻ പണികൾ ചെയ്യാം. ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ചെയ്യാൻ വേണ്ടി. അങ്ങനെ കാർഡ്സ് ഒക്കെ സെറ്റ് ആക്കിയതാ. ഇതാണ് നമ്മുടെ കാർഡ്സിന്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഇതിന്റെ ഡീറ്റെയിലിംഗ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ അതിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം നമ്മൾ എപ്പോഴോ ചെയ്തൊരു പാചകം ഗാലറിയിൽ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊന്ന് എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചിന്റെ റെസിപ്പിയാണ്. എനിക്കാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ ഭയങ്കര വിശപ്പാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇതുപോലെ ലളിതമായിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. എന്നെ പോലെ എളുപ്പ പണി നോക്കാൻ താല്പര്യമുള്ളവര് ട്രൈ ചെയ്ത് നോക്കിക്കോ. കാര്യങ്ങളൊക്കെ ഇതുവരെയായി. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ താരത്തിന്റെ വരവ്. അങ്ങനെ ബ്രെഡ് വന്ന് ടോസ്റ്റ് ചെയ്തു, അതിനുള്ളിൽ നമ്മുടെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തു. നമ്മുടെ സാൻഡ്വിച്ച് റെഡിയായി. കാര്യം ഭയങ്കര ഈസി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്നാക്സ് കൂടിയാണ്. അതിപ്പോ സാൻഡ്വിച്ച് മാത്രമല്ല, ബ്രെഡ് കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കിയാലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈസി സാൻഡ്വിച്ചിന്റെ റെസിപ്പി. വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടാതെ നമ്മൾ ഇടുന്നതിൽ എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.